ഹായ് ഡേയ്സ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ബോക്സ് പ്ലീറ്റഡ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് നെക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ നെക്കിൻ്റെ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ആ വീഡിയോയിൽ. അപ്പോൾ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. മെയിൻ ക്ലോത്തിലാണത് ഫ്രണ്ട് പീസ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടി കണ്ടില്ലേ, ഒരു കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും ഞാൻ സെൻറ്റർ അറിയാൻ വേണ്ടി ഒരു ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഞാൻ കണ്ടില്ലേ, ഈ ലൈനും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മളെ ചോക്കിൻ്റെ മാർക്കിങ് എല്ലാം വരുന്നത് ഫ്രണ്ട് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇത് ചീത്ത വശവും ഇത് നല്ല വശവുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വശം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ലൈനിങ്ങിൻ്റെ നല്ല വശത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലൈനിങ്ങിലും ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ നല്ല വശത്തേക്ക് നമ്മളുടെ മെയിൻ പാർട്ടിലെ മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത വശമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ചേർത്ത് വയ്ക്കുക ചീത്ത വശമാണ്. അപ്പോൾ മുകളിൽ വന്നിരിക്കുന്നത് ലൈനിങ് നമ്മളെ മെയിൻ പാർട്ടിൻ്റെ നല്ല വശമാണ് മുകൾ ഭാഗത്ത് വന്നിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, രണ്ട് പീസിൻ്റെയും മെയിൻ പാർട്ടിൻ്റെയും ലൈനിങ്ങിൻ്റെയും സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ള കട്ടിൽ നമുക്ക് ജസ്റ്റ് അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വെച്ചിട്ട് ഫുള്ളും നമുക്ക് ഇതുപോലെ ഒന്ന് മുട്ടുപിൻ കുത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഫുള്ള് ഒന്ന് മുട്ടുപിന്ന് കുത്തിയെടുക്കണം കേട്ടോ. കറക്റ്റിന് വെച്ചിട്ട് തന്നെ മുട്ടുപിന്ന് കുത്തുക, കണ്ടില്ലേ. ഇതുപോലെ കുത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ലൈനിങ്ങിൻ്റെ മുകളിൽ കൂടി, ലൈനിങ്ങിൻ്റെ അരിവിൽ കൂടെ കേട്ടോ, അരികിൽ കൂടി നമുക്ക് ഒന്ന് സ്റ്റിച്ചിട്ട് എടുക്കാം കേട്ടോ. അതായത് നമ്മളെ ഈ മെയിൻ പാർട്ടും നമ്മുടെ ലൈനിങ്ങും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാണ് കേട്ടോ. ഫസ്റ്റിൽ ഒന്ന് ജോയിൻ ചെയ്യുക. ഇത് നമ്മളെ ഫ്രണ്ട് പീസിലാണ് കേട്ടോ ഇങ്ങനെ ചെയ്യേണ്ടത്. ഫ്രണ്ട് പീസ് ലൈനിങ്ങും മെയിൻ പാർട്ടോടെ നമ്മൾ ആദ്യമേ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ അരിക് ചേർത്ത് ഇങ്ങനെ സ്റ്റിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇതുപോലെ കറക്റ്റ് സ്റ്റിച്ചിട്ട് എടുക്കുക. അപ്പം ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കട്ടിങ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഞാനിത് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതലായിരിക്കും, മെയിൻ പാർട്ട് കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. വീതിയും അതുപോലെ തന്നെ നീളവും അങ്ങനെ ആയിരിക്കും. നീളം ഒരു ഇഞ്ചോ അര ഇഞ്ചോ കൂട്ടിയെടുക്കും. വീതി ഒരു ഇഞ്ച് എന്തായാലും ഞാൻ കൂട്ടിയിട്ടിട്ടാണ് കേട്ടോ മെയിൻ പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം നമുക്കിത് ലൈനിങ്ങായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ലൈനിങ്ങിൻ്റെ അതേ അളവിൽ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് മെയിൻ പാർട്ട് എത്താതെ വരും. അപ്പോൾ ലൈനിങ് മാത്രമാവും അവിടെ. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കൂട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു പ്രശ്നം വരാറില്ല. എന്നിട്ട് ഞാൻ ഇതുപോലെ എല്ലാം ഫുള്ളും ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം എല്ലാം ബാക്കി വരുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റും കേട്ടോ. കട്ട് ചെയ്ത് മാറ്റി കറക്റ്റ് ഇതിൽ ആക്കി എടുക്കാറാണ് ഞാൻ പതിവ് കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഞാൻ ഫുള്ളും മുട്ടുപിൻസൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫുൾ റൗണ്ടായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാലൻസ് നിൽക്കുന്ന ക്ലോത്ത് എല്ലാം നമുക്കിനി ആ ലൈനിങ്ങിൻ്റെ അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ലൈനിങ്ങിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇടയ്ക്ക് വരുന്ന നൂലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളാം, അതെല്ലാം കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ലൈനിങ്ങിൻ്റെ അകത്തോട്ട് കയറി പോകരുത്. നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് ആ ലൈനിങ്ങിൻ്റെ അളവിൽ തന്നെ ഫുള്ളും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇതുപോലെ ഫുള്ളും കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നെക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കണ്ടില്ലേ, നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്കാലപ്പ് നെക്കാണ് കേട്ടോ. ഇപ്പോഴത്തെ എല്ലാവരും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സ്കാലപ്പ് നെക്കാണ്. വി കഴുത്തിൽ സ്കാലപ്പാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഇതൊരു ബോട്ടിൻ്റെ അടപ്പാണ് കേട്ടോ. ഞാൻ അടപ്പ് എടുത്തിട്ടുണ്ട്. ആ അടപ്പ് വെച്ചിട്ടാണ് ചെറിയൊരു അതിൻ്റെ പകുതി വെച്ചിട്ട് റൗണ്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റട്ടെ. ഈ പേപ്പർ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് നമുക്കൊന്ന് ക്യാൻവാസ് മടക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ട ഇവിടെ ഒരു ഗ്ലേസിങ് ഉണ്ടല്ലോ. അപ്പം ഇതാണ് ക്യാൻവാസിൻ്റെ അകഭാഗത്ത് വരേണ്ടത്. അപ്പോൾ രണ്ടായിട്ട് മടക്കുമ്പോൾ ആ ഗ്ലേസിങ് ഉള്ള ഭാഗം അകത്ത് വരണം, ഇത് റഫ് ആയിട്ടുള്ള ഭാഗം പുറത്ത് വരണം കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. കണ്ട ഈ സൈഡ് ഫോൾഡഡ് ആണ്. അപ്പോൾ ഈ റഫ് ആയിട്ടുള്ള ഭാഗത്തെയാണ് നമുക്ക് മാർക്കിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഇതുപോലെ ഞാൻ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് എനിക്ക് ടോട്ടൽ 5 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു അര ഇഞ്ചും കൂടെയൊക്കെ 4 ഇഞ്ചോടെയൊക്കെ വീനൊക്കെ ആയതുകൊണ്ട് കൂട്ടിയിടാൻ കുഴപ്പമില്ല. പക്ഷേ ഞാൻ കറക്റ്റ് അളവ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ലെങ്ത്ത് 5.5 എനിക്ക് വേണ്ടത് നെക്കിൻ്റെ. ഞാനൊരു 6 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ചോടെ കൂട്ടി എടുത്തിട്ടുണ്ട്. കാരണം ക്യാൻവാസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റിന് 5.5 തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് കൂട്ടിയിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാൻ വേണ്ടി, ഷോൾഡർ ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ച് വേണമല്ലോ. അത് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/2 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സ്കാലപ്പ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അത് കണ്ടില്ലേ, നമ്മൾ നേരത്തെ ആ പേപ്പറിൽ വരച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു റൗണ്ട് ഉണ്ടായിരുന്നു. റൗണ്ടില്ല, പകുതി, ആ സ്കാലപ്പിൻ്റെ ഒരു പകുതി ഒരെണ്ണം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ആ ഒരു ലൈൻ വരണം കേട്ടോ. ലൈനിൻ്റെ വെളിയിലോട്ട് പോകാൻ പാടില്ല, അകത്തോട്ട് നിൽക്കാൻ പാടില്ല. കറക്റ്റ് ലൈനിൽ ഇതുപോലെ വെച്ചിട്ടാണ് ഞാൻ ഫുള്ളും ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടോ. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തോട്ട് 1 ഇഞ്ചിൽ ഞാൻ ഇങ്ങനെ സ്കെയിൽ വെച്ചൊന്ന് മാർക്കും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതാണ് കേട്ടോ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ എനിക്ക് നല്ല ഇടുങ്ങിയ കഴുത്തായിരിക്കും കേട്ടോ, വലിയ വൈഡായിട്ടൊന്നും വരത്തില്ല.
വൈഡായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ വീതി കൂട്ടിയെടുക്കുക കേട്ടോ. നമ്മൾ കഴുത്തിൻ്റെ നെക്ക് വിട്ട് കൂട്ടിയെടുക്കുക. എന്നിട്ട് ഇതേ ഇവിടെ കണ്ടില്ല, ഈ സ്കാലപ്പ് കട്ട് ചെയ്യുമ്പം വളരെ ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇത് ഈ ഒരു അളവിൽ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നമ്മളെ കത്രികയുടെ ഒരു എഡ്ജ് ഉണ്ട് കേട്ടോ. എഡ്ജ് കൊണ്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ ഈ ഒരു കോർണറൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എഡ്ജ് കൊണ്ടാകുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ലാതെ കിട്ടും. അല്ലാതെ കയറ്റി വെച്ച് കട്ട് ചെയ്യരുത്, കാരണം കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ കയറിപ്പോയി എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരും. അതുകൊണ്ട് എഡ്ജ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കോർണറൊക്കെ എഡ്ജ് വെച്ച് ഇതുപോലെ ഫുള്ള് കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലല്ലോ, ഇതുപോലെ ഞാൻ ഫുള്ള് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുകളിൽ ഞാനൊരു 1/2 ഇഞ്ച് കൂടെ വിട്ടിട്ടുണ്ട്, കാരണം നമുക്ക് ആ ഒരു നെക്ക് വിട്ട് മാറിപ്പോയിരിക്കാനാണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററും കൂടെ ചെറിയൊരു കട്ടിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. എന്നിട്ട് ഇതേ അളവിൽ തന്നെ ഞാനൊരു ക്ലോത്തും കൂടെ ഇത് വെച്ചിട്ട് ഒരു ഇഞ്ച് കൂടുതൽ, കണ്ടില്ലേ, 1 ഇഞ്ചോ 1/2 ഇഞ്ചോ കൂടുതൽ ഞാൻ നീളവും വീതിയും കൂടെ എടുത്തിട്ട് ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്ത് അത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇസ്തിരി വെച്ചിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നല്ല വശം, ഇത് റോങ് വശമാണ് കേട്ടോ. ക്യാൻവാസ് കാണുന്ന റോങ് വശമാണ്. എന്നിട്ട് ആ റോങ് വശത്തിൻ്റെ ക്യാൻവാസിൻ്റെ മുകളിലോട്ട് നമ്മൾ 1/2 ഇഞ്ച് 1 ഇഞ്ചൊക്കെ കൂട്ടി വീതിയും നീളമൊക്കെ എടുക്കുന്ന ഇതിനാണ് കേട്ടോ. ഇങ്ങനെ മടക്കി അടിക്കണം കേട്ടോ. അരികെ ഇങ്ങനെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് കണ്ടോ, ഇങ്ങനെ മടക്കി അടിച്ചെടുക്കുക. അരികിൽ കൂടെ തന്നെ ഇങ്ങനെ മടക്കി അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ കോർണർ വരുമ്പോഴത്തേക്കും നമ്മൾ ആ ബാലൻസ് ഉള്ള പീസ് മുകളിലോട്ടാക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അതായത് ആ ഒരു ക്യാൻവാസ് കഴിഞ്ഞിട്ടുള്ളത് മുകളിലോട്ട് നെക്കൊക്കെ ചെയ്യുമ്പം ക്യാൻവാസ് അടിക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യാനായിട്ട്. ഇതുപോലെ മുകളിലോട്ടാക്കി വെക്കുക. എന്നിട്ട് അടിച്ചെടുക്കുക കേട്ടോ. സൈഡിൽ കൂടെ തന്നെ അടിച്ചു കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ സൂചി കുത്തി നിർത്തുക. എന്നിട്ട് തിരിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ തിരിച്ചെടുത്തതിന് ശേഷം ബാക്കി പീസ് നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെയാണ്. ഇതുപോലെ ഒന്ന് അകത്തോട്ട് മടക്കി വെച്ച് കൊടുക്കുക. മടക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ എഡ്ജിൽ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ കറക്റ്റ് അരിയിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലേ, ഇപ്പം ഞാൻ ഫുൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു 1/4 ഇഞ്ച് മാത്രം മതി കേട്ടോ നമുക്കിവിടെ ഇത് തുമ്പായിട്ട്. അപ്പോൾ ആ 1/4 ഇഞ്ച് മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ള പീസെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. 1/4 ഇഞ്ചേ ഉള്ളൂ, കണ്ടില്ലേ. ഇനി നമുക്ക് മുകൾ ഭാഗം കൂടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ കുറച്ച് കയറി ഇറങ്ങി ക്ലോത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ തുണിയൊന്നൊക്കെ എല്ലാം വേസ്റ്റെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു സെൻറ്റർ അറിയാൻ വേണ്ടി ഞാൻ ഒരു കട്ടിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതും പിന്നെ അതായത് നമ്മുടെ ഫ്രണ്ട് പീസിൽ ഒരു ഏറ്റവും മുകളിലും ഉണ്ട് കേട്ടോ ഒരു കട്ട്. അപ്പം നല്ല വശമാണ് കേട്ടോ ഞാൻ ചേർത്ത് വയ്ക്കുന്നത്. കണ്ടില്ലേ, ഇത് ആ 2 കട്ട് നമ്മൾ സെൻറ്ററിൽ തന്നെ കറക്റ്റ് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു കട്ടിട്ട് നമുക്ക് എളുപ്പമാണ് കേട്ടോ സെൻറ്റർ അറിയാൻ വേണ്ടി. എന്നിട്ട് ഇതേ എല്ലാ മുട്ടുപിൻസും ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കുത്തിയെടുക്കുക കേട്ടോ. നമുക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കുത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് സെൻറ്ററിൽ ആദ്യമേ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. മാറിപ്പോവാതിരിക്കാൻ വേണ്ടി അതും ഒരു നല്ലൊരു ഐഡിയയാണ്. അപ്പം അങ്ങനെ ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മാറിപ്പോകത്തില്ല. പിന്നെ മൊട്ട് പിൻസും കുത്തണം കേട്ടോ, സൈഡൊന്നും മാറാതിരിക്കാൻ വേണ്ടി മൊട്ട് പിൻസ് നമ്മൾ കുത്തി വയ്ക്കുക. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, സെൻറ്ററിൽ നിന്ന് തന്നെ ആദ്യമേ ഒന്ന് സ്റ്റിച്ചിട്ടെടുക്കുക കേട്ടോ. ഒരു സ്റ്റിച്ചിട്ട് നമ്മൾ ഈ ഒരു എഡ്ജ് വരെ ഉണ്ടല്ലോ അവിടെ മേലൊന്ന് കൊണ്ടുവരിക. കണ്ടില്ല, ഇതുപോലെ ഒന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേണം ഇതുപോലെ കറക്റ്റ് നമ്മളെ ക്യാൻവാസിൽ മുകളിൽ കൂടെ തന്നെ ആ ഒരു അരികി ചേർത്ത് കേട്ടോ. ആ ക്യാൻവാസിൻ്റെ അരികി ചേർത്ത് അകത്തോട്ട് കയറാതെ അങ്ങനെ അരികി ചേർത്ത് നമുക്കൊന്ന് സ്റ്റിച്ചിട്ടെടുക്കാം കേട്ടോ. ഈ സ്റ്റിച്ചിടുമ്പോഴും നമ്മൾ കട്ട് ചെയ്തതുപോലെ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഇത്തിരി നമ്മൾ കാണുന്ന കണക്കല്ല, ഇത്തിരി പാടുള്ള കാര്യമാണിത്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്നിട്ട് നമ്മൾ ആ ഒരു കോർണറൊക്കെ ഉണ്ടല്ലോ, കോർണറിലൊക്കെ വരുമ്പോൾ ഇതുപോലെ സൂചി കുത്തി നിർത്തുക. എന്നിട്ട് ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് വീണ്ടും ആ ഒരു സ്കാലപ്പിൻ്റെ ആ ഒരു എഡ്ജിൽ കൂടെ തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. വീണ്ടും ആ കോർണർ എത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ സൂചി കുത്തി നിർത്തുക കേട്ടോ. കറക്റ്റ് സൂചി കുത്തി നിർത്തുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ എടുക്കുക കേട്ടോ. ഇങ്ങനെ ഇത്തിരി കുറച്ച് നേരം പിടിക്കും കേട്ടോ. നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് പതുക്കെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാൻ കേട്ടോ. ഓരോ എഡ്ജ് എത്തുമ്പോഴും ഇങ്ങനെ സൂചി കുത്തി നിർത്തണം. എന്നിട്ട് നമ്മൾ തിരിച്ചിടണം. നമ്മളിപ്പോൾ ലാസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. വീട് ഒരു കോർണർ എത്തിയിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ സൂചി കുത്തി നിർത്തിയെടുക്കുക. ഇനി ബാക്കി ഫുള്ള് നമ്മൾ നേരത്തെ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് മൊട്ട് പിൻസൊക്കെ ഒന്ന് കുത്തി നമുക്ക് മാറ്റി കൊടുക്കാൻ കുത്തിയതെല്ലാം. അപ്പോൾ എനിക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇത് ഒരു 4 ഇഞ്ച് നിർത്തിയിട്ട് നമ്മൾ ആദ്യം സ്കാലപ്പ് വെട്ടി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ക്യാൻവാസിന്, അതുപോലെ തന്നെ ഒരു 4 ഇഞ്ച് നിർത്തണം കേട്ടോ. നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളരുത്, സ്റ്റിച്ചിൽ കൊള്ളാണ്ട് ഒരു 4 ഇഞ്ച് നിർത്തി ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാ കോർണറിൻ്റെ അവിടെ ചെറിയ കട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് കൊള്ളാണ്ട് കട്ടിട്ട് കൊടുക്കാം. അതിങ്ങനെ തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നല്ല രീതിയിൽ തിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്.
എന്നിട്ട് ഇതേ ഇതുപോലെ തന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചിട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കാലപ്പിനൊക്കെ റെഡിയാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ അരികെ ചേർത്ത് ഒരു സ്റ്റിച്ചോട് ഇട്ടെടുക്കാം. അപ്പോൾ ഞാനിതിരി വലിയ റായാണ് കേട്ടോ സ്കാലപ്പിന് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എഡ്ജെല്ലാം കറക്റ്റ് ആക്കി എടുക്കാം. കണ്ടില്ലേ? അപ്പോൾ എനിക്ക് ഇതുപോലാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ സ്റ്റിച്ചിങ് ഫുള്ളും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.